ഇപ്പോൾ AWSന്റെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേർഡ്പ്രസ് നമുക്ക് എങ്ങനെ പെട്ടെന്നൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ടൊരു കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള വെബ്സൈറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ളതാണെങ്കിലോ അല്ല നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനുള്ളതാണെങ്കിലോ ഉള്ള വെബ്സൈറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു പെർഫെക്റ്റ് സോഫ്റ്റ്വെയർ സ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു നോർമൽ യൂസറിന് പ്രത്യേകിച്ച് ഒരു വലിയ ടെക്കി അല്ലാത്ത ഒരാൾക്ക് പോലും ഈ ഒരു AWSന്റെ ഒരു ഫ്രീ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് അക്കൗണ്ട് ആയിരുന്നാലും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ വേർഡ്പ്രസ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ AWSന്റെ അക്കൗണ്ടിൽ എല്ലാവരും ലോഗിൻ ചെയ്യുക. അപ്പോൾ AWSൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നും അതിലെങ്ങനെ ലോഗിൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന് AWSന്റെ സീരീസ് തുടങ്ങിയപ്പോൾ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒരു ഐ ബട്ടണിൽ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആ സെഷൻസ് ഒന്ന് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിലൊരു ഇൻസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് ലോഞ്ച് ചെയ്യാം. ഇപ്പോൾ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ നമുക്കതിൽ നമ്മൾ സാധാരണ ഫ്രീ ടയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കിവിടെ AWS മാർക്കറ്റ് പ്ലേസ് എടുക്കാം. AWS മാർക്കറ്റ് പ്ലേസ് എടുത്തിട്ട് നമുക്കവിടെ വേർഡ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് എൻട്രി കൊടുക്കാം സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1-2 വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ്റെ റെഡിമെയ്ഡ് ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. ബിറ്റ്നാമി എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന. നമുക്കതിൽ ഇതും ഫ്രീ ടയർ എലിജിബിൾ ഇമേജസ് തന്നെയാണ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സോഫ്റ്റ്വെയറിന് പ്രത്യേകിച്ച് പ്രൈസിംഗ് ഒന്നും കോസ്റ്റ് ആവുന്നതല്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഫ്രീ ടയർ എലിജിബിൾ ആണോ എന്നുള്ളത്. നമുക്ക് അല്ലാത്ത ഏതെങ്കിലും ഇമേജ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടയർ അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. വേർഡ്പ്രസ് സർട്ടിഫൈഡ് ബൈ ബിറ്റ്നാമി ആൻഡ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ ആദ്യത്തെ ഇമേജ്. രണ്ടാമത്താണെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ്സും SSL സർട്ടിഫൈഡും സർട്ടിഫിക്കേഷനും എല്ലാം ഒരുമിച്ച് കിട്ടുന്നതാണ്. അത് നമുക്ക് ആദ്യത്തെ ഇപ്പോഴത്തെ ഒരു പ്ലെയിനായിട്ട് നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഇമേജ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിൽ സെലക്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ ടയർ അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് സോഫ്റ്റ്വെയർ പ്രൈസ് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഇൻസ്റ്റൻസ് ചൂസ് ചെയ്താലും ഇവിടെ സോഫ്റ്റ്വെയർ പ്രൈസ് വന്നിട്ട് 0 ആണ് കിടക്കുന്നത്. പിന്നീട് നമുക്കിതിൽ കോസ്റ്റ് ആവുന്നത് നമ്മുടെ ഇൻസ്റ്റൻസ് ടൈപ്പ് ഏതാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ T2 മൈക്രോ ആണെങ്കിൽ നോർമൽ കേസിന് ഇപ്പോൾ ഫ്രീ ടയർ അല്ലെങ്കിലുള്ള കോസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രീ ടയർ അക്കൗണ്ട് ആണെങ്കിൽ അതിന് എക്സ്ട്രാ കാശ് ആവുന്നതല്ല 1 ഇയറിലേക്ക് വേണ്ടിയിട്ട്. അതായത് ഒരു മാസം 750 hours റൺ ചെയ്താലുള്ള പ്രൈസാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ AWS ട്യൂട്ടോറിയൽസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കൂടുതൽ ഇവിടെ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ സീരീസ് കണ്ടിട്ടില്ലാത്തൊരു ഐഡിയ ബേസിക് വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കണ്ടിന്യൂ കൊടുക്കാം. പിന്നീട് ഇവിടെ നിങ്ങൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോകരുത്. നിങ്ങളുടെ ഫ്രീ ടയർ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഇൻസ്റ്റൻസിന് ടൈപ്പ് വന്നിട്ട് T2 മൈക്രോ ആണുള്ളത്. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യുക. അടുത്തത് നമുക്ക് ഇൻസ്റ്റൻസ് കോൺഫിഗറേഷൻ. ഇത് നമുക്ക് എല്ലാം ഡിഫോൾട്ട് വാല്യൂ തന്നെ ഇട്ട് പോയാൽ മതി. നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും സബ്മിറ്റ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്. നിങ്ങളത് ഡിഫോൾട്ട് തന്നെ ഇട്ടിരുന്നാൽ മതി. മാറ്റണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആഡ് സ്റ്റോറേജ് കൊടുക്കാം. നമുക്ക് 30 GB വരെ നമുക്ക് ലിമിറ്റ് ഉണ്ട് ഫ്രീ ടയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന EBS. അതായത് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് നമുക്ക് 30 GB വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മിനിമം 10 ആയിരുന്നാലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് 20 കൊടുക്കുകയാണ് ഇവിടെ. നെക്സ്റ്റ് ആഡ് ടാക്സ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് പേര് കൊടുക്കാം. നമുക്ക് ഈ ഒരു സെർവറിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇവിടെ വേർഡ്പ്രസ് സെർവർ എന്ന് പറഞ്ഞ് ഞാനൊരു പേര് ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടി കൊടുത്തു. നെക്സ്റ്റ് കോൺഫിഗറേഷൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് കോൺഫിഗർ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമുക്ക് ഈ പറഞ്ഞ 3 പോർട്സുമാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വേണ്ടത്. ഒന്ന് 22 എന്ന് പറഞ്ഞ പോർട്ട്, നമുക്ക് SSH പിന്നീട് ചെയ്യേണ്ട ആവശ്യം വരുന്നെങ്കിൽ നമ്മുടെ സെർവറിലോട്ട് 22 എന്ന് പറഞ്ഞ പോർട്ട് ഓപ്പൺ ആയിരിക്കണം. പിന്നീട് നമ്മുടെ വെബ് പേജ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആദ്യം നമ്മൾ SSL ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിൽ. അപ്പോൾ അത് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 80 മതി. നമ്മൾ നോർമൽ HTTP സൈറ്റ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത് നമുക്ക് HTTPS, പിന്നീട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിൽ SSL ഒക്കെ കൊണ്ടുവരുമ്പോൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് HTTPSും കൂടെ ട്രാഫിക് അലോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മുടെ റൂളിൽ 443യും കൂടെ നമ്മൾ പോർട്ട് അലോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇത്രയും പോർട്ട്സ് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി റൂള് ഇവർ തന്നെ നമുക്ക് ഉണ്ടാക്കി തരും നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് അതൊന്നും ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടുത്തെ ഈ സെലക്ഷൻ തന്നെ ഡിഫോൾട്ട് ഇട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് റിവ്യൂ ആൻഡ് ലോഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ലോഞ്ച് കൊടുക്കാം. നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ പറഞ്ഞ AWSന്റെ അക്കൗണ്ടിൽ ഒരു കീ പെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കീ പെയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ പുതിയൊരു കീ പെയർ ക്രിയേറ്റ് ന്യൂ കീ പെയർ എന്നും പറഞ്ഞ് നമുക്ക് പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്കത് യൂസ് ചെയ്യാം. ഈ എങ്ങനെ നമുക്ക് കീ പെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു വിൻഡോസ് മെഷീനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ലിനക്സ് മെഷീനിൽ നിന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ AWSന്റെ അക്കൗണ്ട് സെർവറിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം, EC2 മെഷീനിലോട്ട് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ AWS സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഐ ബട്ടണിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തേക്കാം.
ആ സീരീസ് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എനിക്ക് എക്സിസ്റ്റിംഗ് ഓൾറെഡി ഒരു കീ പെയർ എനിക്ക് ഈ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അക്നോളജ് ജസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം യുവർ ഇൻസ്റ്റൻസ് ആർ നൗ ലോഞ്ചിങ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് താഴെ പോയിട്ട് നമുക്ക് വ്യൂ ഇൻസ്റ്റൻസസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് വന്നിട്ട് ഇപ്പോൾ ഇൻസ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് വന്നിട്ട് ഇപ്പോൾ ലോഞ്ചിങ് സ്റ്റേറ്റിലാണ്, സ്റ്റേറ്റ് പെൻഡിങ് ആണ്. അപ്പോൾ അത് അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീഡിയോ അത്ര നേരം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് റിസ്യൂം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വേർഡ്പ്രസ് സെർവർ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നിലും നമ്മുടെ പബ്ലിക് IP നമുക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ DNS ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. രണ്ടും ഒന്ന് തന്നെയാണ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ പബ്ലിക് IP ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. നമുക്ക് ബ്രൗസറിൽ വേറൊരു ടാബ് എടുത്തിട്ട് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ സൈറ്റ് കനോട്ട് ബി റീച്ച്ഡ് എന്നാണ് ആദ്യം കാണിച്ചത്. കംപ്ലീറ്റ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കൊരു 2 minute വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡിഫോൾട്ട് ഹോം പേജ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇത്ര എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AWS ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ഇമേജ് അതിലോട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വേർഡ്പ്രസിൻ്റെ സൈറ്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പബ്ലിക് IP ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ആ പേജ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് സൈറ്റ് കിട്ടുന്നുണ്ടോയെന്ന്. നമുക്ക് പബ്ലിക് DNS ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. പബ്ലിക് DNS എടുക്കുക, നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനി നമ്മളിപ്പോൾ ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ലോഗിൻ ചെയ്യണം. ഒരു അഡ്മിനായിട്ട് ലോഗിൻ ചെയ്താൽ മാത്രമേ ഇതിൽ ബാക്കിയുള്ള നമുക്ക് പേജസ് ആഡ് ചെയ്യാനും ബാക്കി കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ /admin എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ഒരു ലോഗിൻ ബോക്സ് നമുക്കിവിടെ കിട്ടും. വേർഡ്പ്രസ്സിൽ /admin കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളല്ല ഇത് മാനുവലി ആദ്യം മുതൽ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മൾ ഓൾറെഡി വേർഡ്പ്രസ്സിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഇതിൽ പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാരണം നമുക്ക് ലോഗിൻ ചെയ്യേണ്ട യൂസർ നെയിം പാസ്വേഡ് നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആക്ഷൻസ് എടുക്കുക. ആക്ഷൻസ് എടുത്തിട്ട് ഇവിടെ ഇൻസ്റ്റൻസ് സെറ്റിങ്സിൽ ഗെറ്റ് സിസ്റ്റം ലോഗ് എന്നും പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലോഗിൻ്റെ ലിങ്ക് എടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മുടെ സെർവർ ഡിപ്ലോയ് ചെയ്ത മുതലുള്ള ലോഗാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ലോഗ് നിങ്ങൾ പതുക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേർഡ്പ്രസ്സിൽ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പതുക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക താഴോട്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനൊരു ബോർഡർ ഇമേജൊക്കെ ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു ASCII ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഏകദേശം അത് തീരാറാകുമ്പോഴാണ് അത് വരുന്നത്. ലോഗിൻ്റെ ലാസ്റ്റ് എത്താറാകുമ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ഇപ്പോൾ ഡിഫോൾട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാസ്വേഡ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിം വന്നിട്ട് യൂസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫോൾട്ട് പാസ്വേഡ് വന്നിട്ട് ഈ ഒരു പാസ്വേഡ് ഡിഫോൾട്ടായിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതായത് യൂസർ എന്ന് തന്നെയാണ്. പാസ്വേഡ് നമ്മളപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു, എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണ്. അതിൽ ഇപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊരു വേർഡ്പ്രസ് സൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു AWSൻ്റെ പ്ലാറ്റ്ഫോമിൽ. ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് മാനുവലി നമ്മൾ വേർഡ്പ്രസ് സൈറ്റിൽ നിന്നും വേർഡ്പ്രസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുത്ത് പിന്നെ അത് മാനുവലി ലിനക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വിൻഡോസ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെഡേക്കും ഒരു നോർമൽ യൂസറിന് എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ ബിസിനസ് വെബ്സൈറ്റോ എന്ത് സൈറ്റ് വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പിന്നീട് സുഖമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇനി വേർഡ്പ്രസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണം, അത്യാവശ്യം കുറച്ച് ബേസിക് സ്റ്റെപ്സ് അറിയണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യക്കാർ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പുതിയ സെഷൻസ് ഉണ്ടാക്കി ഇടാം. വേർഡ്പ്രസ് പിന്നെ എങ്ങനെ കോൺഫിഗർ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു സീരീസ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് നമുക്കിനി ഇതിൽ അത്യാവശ്യം നമുക്ക് പോസ്റ്റും പേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇതിലിപ്പം നമ്മൾ വേർഡ്പ്രസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമുക്കിവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം വേർഡ്പ്രസിൻ്റെ. ഓക്കെ, എന്തായാലും നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലോഗിൻ പേജ് തന്നെ വീണ്ടും കിട്ടും. നമ്മുടെ ആ URL എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഹോം പേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ IP അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ AWSൻ്റെ തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത ഇൻസ്റ്റൻസിൻ്റെ നമ്മൾ DNS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേജ് നമ്മൾ എടുക്കുന്നത്. വേർഡ്പ്രസിൻ്റെ സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതല്ല, നമുക്കിനി ഓൾറെഡി ഒരു ഡൊമെയിൻ ഉണ്ട്. നമുക്ക് ആ ഡൊമെയിൻ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സൈറ്റിലോട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സെഷനിൽ തന്നെ. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കിപ്പം GoDaddyയിലോ അല്ലെങ്കിൽ ബിഗ് റോക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെയിം ജീപ്പിലോ അങ്ങനെയുള്ള ഏത് കമ്പനീസിൽ വേണമെങ്കിലും ഡൊമെയിൻ പ്രൊവൈഡേഴ്സിൽ നിങ്ങൾക്ക്
നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു ഡൊമെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയതായിട്ടൊരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്തെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ ആ ഡൊമെയിനിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ ഡിപ്ലോയ് ചെയ്ത സൈറ്റിലോട്ട് ആ ഡൊമെയിൻ്റെ പേര് നിങ്ങൾ ബ്രൗസറിൽ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത്, എനിക്ക് ഓൾറെഡി ഒരു ഡൊമെയിൻ ബിഗ് റോക്ക് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ കുറച്ച് ഡൊമെയിൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഡൊമെയിൻ ഞാൻ ഈ soharpolycon.xyz എന്നും പറഞ്ഞൊരു ഡൊമെയിൻ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഈ ഡൊമെയിനിൽ എന്ത് ചേഞ്ച് വരുത്തിയാലാണ് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ഈ സൈറ്റിലോട്ട് അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഡൊമെയിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റ് കിട്ടണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സെഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡൊമെയിൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രൊവൈഡർ ഏതാണോ, നിങ്ങൾ ബിഗ് റോക്ക് ആണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോഡാഡി ആണെങ്കിൽ അത് എടുക്കുക. ഏതായാലും നിങ്ങളുടെ ഡൊമെയിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. നിങ്ങളുടെ ഡൊമെയിൻ പ്രൊവൈഡറിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട്, ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരുന്ന സെഷൻ എക്സ്പയർ ആയതുകൊണ്ട് ഞാൻ ആ ബിഗ് റോക്കിൻ്റെ സൈറ്റിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. അതായത് എൻ്റെ ഡൊമെയിനുള്ള ആ രജിസ്ട്രാറിൻ്റെ സൈറ്റിലോട്ട് ഞാനൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സെഷൻ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ നിങ്ങൾക്ക് ഏതാണോ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യേണ്ടത് ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. മിക്കവാറും ഉള്ള ഡൊമെയിൻ രജിസ്ട്രാർസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡൊമെയിനുള്ള സെറ്റിംഗ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന ബിഗ് റോക്ക് എന്ന് പറഞ്ഞ രജിസ്ട്രാറിലാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അതിൽ ചേഞ്ച് നിങ്ങൾക്ക് എപ്പോഴും ഡൊമെയിനിൽ ചേഞ്ച് ചെയ്യേണ്ടത്, നമ്മുടെ ഈ പർപ്പസ് നടക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട സെറ്റിംഗ് വന്നിട്ട് DNS സെറ്റിംഗ്സ് ആണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ DNS സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മാനേജ് DNS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, DNS സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാനേജ് DNS എടുക്കുക. അവിടെ നമുക്ക് ഇവിടെ ആഡ് എ റെക്കോർഡാണ്, നിങ്ങൾക്ക് എപ്പോഴും എ റെക്കോർഡാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു ഡൊമെയിൻ നെയിമിൽ നിന്ന് വേറൊരു അഡ്രസ്സിലോട്ട്, ഒരു IP അഡ്രസ്സിലോട്ട് നമുക്ക് പോയിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എ റെക്കോർഡ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ആഡ് എ റെക്കോർഡ് എന്ന് പറഞ്ഞെടുത്തു. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതായത് ഡിഫോൾട്ട് ആദ്യം വന്നത് ഞാൻ അത് തന്നെ എടുത്തു. ഹോസ്റ്റ് നെയിം ആദ്യം നമുക്ക് ഇപ്പം നമ്മുടെ soharpolycon.xyz എന്നും പറഞ്ഞൊരു, ഇപ്പോൾ ഹോസ്റ്റ് നെയിം നമുക്ക് soharpolycon.xyz എന്നും പറഞ്ഞൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒരു ഡൊമെയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡൊമെയിനാണ് നമ്മൾ ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റിലോട്ട് പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഹോസ്റ്റ് നെയിം ആദ്യം നമുക്ക് www.soharpolycon.xyz എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ ആണ് ഈ സൈറ്റിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ പബ്ലിക് IP നമ്മൾക്കൊന്ന് അറിഞ്ഞിരിക്കണം, അതൊന്ന് കോപ്പി ചെയ്യാം. നമുക്ക് ആ പബ്ലിക് IP ആണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. ഈ പബ്ലിക് IP ഞാനൊന്ന് കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഈ എ റെക്കോർഡിൻ്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സിൽ ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഇപ്പോൾ ഹോസ്റ്റ് നെയിം www.soharpolycon.xyz എന്ന് പറഞ്ഞ URL ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു IP അഡ്രസ്സിലോട്ട് അത് പോയിന്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് ഞാൻ ആഡ് റെക്കോർഡ് കൊടുത്തു. അപ്പോൾ നമുക്കിനി ഒരു റെക്കോർഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ വെറുതെ ഇപ്പോൾ www എന്നല്ലാതെ വെറുതെ soharpolycon.xyz എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈറ്റിലോട്ട് പോകുന്നത് പോലെ നമുക്ക് www കൊടുക്കാതെ വെറുതെ soharpolycon.xyz കൊടുത്തിട്ട് അതിന് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ IP കൊടുത്തു. സെക്കൻഡ് എ റെക്കോർഡ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡൊമെയിൻ റെക്കോർഡ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അവേഴ്സ് ചിലപ്പോൾ എടുക്കും അതൊന്ന് ആക്റ്റീവായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഡൊമെയിൻ റെക്കോർഡ് ഞാനിപ്പോൾ ഓൾറെഡി ഈ സൈറ്റ് ഈ ഒരു ഡൊമെയിൻ വേറൊരു സൈറ്റിലോട്ട് ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയിന്റിങ് മാറി നമ്മുടെ പുതിയ സൈറ്റിലോട്ട് പോയിൻ്റായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് അവേഴ്സ് എടുക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതങ്ങ് ക്ലോസ് ചെയ്യാം. നമുക്കിനി ഇവിടെ വേറെ സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്രൗസറിലെടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അത് ഡൊമെയിൻ പ്രൊപ്പഗേറ്റായി വരാനായിട്ട് സമയമെടുക്കും. പഴയ സൈറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഡൊമെയിൻ പ്രൊപ്പഗേറ്റ് വരാനായിട്ട് സമയമെടുക്കും. ഇപ്പോൾ പഴയ സൈറ്റാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് അവേഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ 24 അവേഴ്സ് വരെ എടുക്കുന്നതായിരിക്കും നമുക്ക് ഡൊമെയിൻ പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിയാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എത്രയും പെട്ടെന്നൊരു വേർഡ്പ്രസ് സൈറ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഉള്ള ഡൊമെയിൻ നമുക്ക് അതിലോട്ട് പോയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആരുടെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് സൈറ്റ്സ് എല്ലാം ഇതുവരെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് SSL ഇൻസ്റ്റാൾ ചെയ്യാം, സൈറ്റ് സെക്യൂർ ആക്കാം, അതുപോലെ വേർഡ്പ്രസ്സിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുന്നെങ്കിൽ ഞാൻ അടുത്തൊരു സെഷനിൽ അതും കൂടെ പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ദയവേതൊന്ന് ലൈക്ക് ചെയ്യുക. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഇടാം ഓരോ സെഷൻസായിട്ട്, നിങ്ങളുടെ കമൻറ്റ്സും സജഷൻസും അനുസരിച്ചിട്ട്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഇതുപോലൊരു സെഷനിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.